കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും ദൈവവചന ധ്യാനത്തിലൂടെ വെളിപ്പെടുമാറാകട്ടെ. കാനക്കോട് ടവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദിവ്യ സന്ദേശം പ്രോഗ്രാമിലേക്ക് യാവരെയും സ്വാഗതം ചെയ്യുന്നു. മീകാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. 3 കാര്യങ്ങൾ ഈ നിർവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ഒന്നാമതായി, ഞാനോ ദൈവത്തെങ്കിലേക്ക് നോക്കും. ഒരു ദൈവ പൈതൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ തീരുമാനിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, പ്രാപിക്കേണ്ടത് ദൈവത്തെങ്കിലേക്ക് നോക്കുക. ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതൽ രണ്ടാമതായി എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ദൈവീക രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരു കാത്തിരിപ്പ്. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് ദൈവീക പ്രവൃത്തിക്കായി നാം കാത്തിരിക്കണം. അതുവരെയും നാം പ്രാർത്ഥിക്കണം. ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന യാതൊരു ദൈവ പൈതലും ദൈവത്തെങ്കിലേക്ക് നോക്കുവാനല്ലാതെ ആ ദൈവിക വിടുതൽ പ്രാപിക്കും വരെയും ദൈവം കടാക്ഷിക്കും വരെയും ആ ദൈവിക പ്രവൃത്തിക്കായി കാത്തിരിക്കുക തന്നെ ചെയ്യും. മൂന്നാമതായി പറയുന്നത്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ തീരുമാനവും ദൈവിക പ്രവൃത്തിയും ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കിയിരിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നു. രണ്ടാമതായി, അവൻ ആ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. മൂന്നാമതായി, തന്റെ വിശ്വാസം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്നുള്ള പ്രഥമദൃഷ്ട്യാ ഒരു മനസ്സ്, ഒരു ഉറച്ച മനസ്സിൻ്റെ ഉടമസ്ഥാവകാശം പ്രാപിച്ചുകൊണ്ട് നമ്മളെ കരങ്ങളുടെ മുകളിലേക്ക് വളർത്തുക. രണ്ടാമതായി, നാം ആ ദൈവിക വിടുതൽ പ്രാപിക്കും വരെയും കാത്തിരിക്കുവാൻ തയ്യാറാകണം. നാം കാത്തിരുന്നു കൊണ്ട് ദൈവിക വിടുതലിനായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകൾ മടക്കിയിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് പറയുന്ന വിശ്വാസവുമാണ്. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 111-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു. ഒരു ദൈവ ഭക്തനായ ദാവീദ് പറയുന്നതാണ്, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കും. ശാശ്വതമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അവകാശങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടുവാൻ, ആ അവകാശം മാത്രം മതിയെന്ന് താൻ വിശ്വസിക്കുവാൻ, ആ അവകാശത്താൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവിക വിടുതലുകൾ
തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ താനെടുത്ത തീരുമാനമാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കി. പ്രിയ ദൈവമക്കളെ, മനുഷ്യ ജീവിതത്തിൽ ദൈവീക രക്ഷ കരസ്ഥമാക്കണമെന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുമെന്നും ആ ദൈവം തന്നിട്ടുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ് ശാശ്വത അവകാശമെന്നും ആ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിനംപ്രതി ദൈവത്തോട് അടുക്കുവാനും ദൈവീയ കൃപകളിൽ പരിപാലിക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവേഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവവേദന്റെ ജീവിതത്തിൽ തൻ്റെ ഹൃദയത്തിന് ആനന്ദമായി തീരുവാൻ തക്കവണ്ണം ആ സാക്ഷ്യങ്ങൾ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നത് തൻ്റെ ഹൃദയത്തിന് ആനന്ദം പകരുവാൻ മതിയായതെന്ന് സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നതിന്റെ മറ്റൊരു വ്യക്തത എന്ന് പറയുന്നത്, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കി. തൻ്റെ അവകാശം, ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ, തൻ്റെ ജീവിതത്തിൽ ശാശ്വതമായ ഒരു അവകാശം, ഒരിക്കലും വിട്ടുമാറാത്ത അവകാശം, അതാണ് ശാശ്വത അവകാശം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു അവകാശം ഒരിക്കലും വിട്ടുമാറാതെ വേണം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചു കഴിഞ്ഞാൽ, രണ്ടാമതായി അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു. നമുക്ക് ശാശ്വത അവകാശമായി നമ്മുടെ ഹൃദയത്തിന് ആനന്ദമായി പരിണമിക്കുവാൻ ഈ ലോകത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒന്നും അത് ശാശ്വതമല്ല. അത് ചില നിമിഷങ്ങൾ, ചില കാലങ്ങൾ കഴിയുമ്പോൾ അത് നമ്മെ വിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നാം അവയെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൽ നിന്നും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടേണ്ടത്. ഇതൊന്നും നമുക്ക് ശാശ്വത അവകാശമായി പ്രാപിക്കുവാൻ കഴിയുകയില്ല, ഒരിക്കലും ശാശ്വതമല്ല. എന്നാൽ ശാശ്വതമായി ദൈവം നമുക്ക് അവകാശമായി നമുക്ക് പകർന്നു തന്ന ആ ദൈവിക വാഗ്ദത്തം നമുക്ക് മറ്റൊരു ഭവനം, നിത്യഭവനം ദൈവം ഒരുക്കുന്നു എന്നുള്ളതാണ് ശാശ്വതമായ അവകാശമെന്ന് പറയുന്നത്. ആണ് ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നതിന് കാരണം ആ ശാശ്വതമായ ഒരു വാസസ്ഥലം നമുക്കായി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസം, അത് തന്നെ തൻ്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. ആ ശാശ്വത ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇടയാകുമെന്നുള്ള ആ സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ പ്രത്യാശ, അതാണ് ഇവിടെ പറയുന്നത്, അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലുള്ള ഒന്നും നമ്മുടെ ഹൃദയത്തിന് ആനന്ദകരമായി ശാശ്വത അവകാശമായി നമുക്ക് ലഭിക്കുന്നതല്ല. അത് ഒന്നുകിൽ നാം അതിനെ വിട്ടുകളയുന്നു, അല്ലെങ്കിൽ അത് നമ്മെ വിട്ടുപോകുന്നു. ഈ ലോകത്തിൽ നിന്നും നാം ഇതെല്ലാം ഉപേക്ഷിച്ച് ആ ശാശ്വതമായ നാട്ടിൽ, ആ നിത്യഭവനത്തിൽ ദൈവം തന്നെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നുള്ള ആ ദൈവിക വാഗ്ദത്തം, സങ്കീർത്തനക്കാരൻ മറ്റൊരു ഭാഗത്തിൽ പറയുന്നത് പോലെ, എനിക്കൊരു അളവുനൂൽ ലഭിച്ചിരിക്കുന്നു, ആ മനോഹര ദേശത്ത് എനിക്ക് ഒരു അളവുനൂൽ ലഭിച്ചിരിക്കുന്നു. നല്ലൊരവകാശം തൻ്റെ ജീവിതത്തിൽ താൻ പ്രാപിച്ചു എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് അവകാശപ്പെടുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. യോബ് തന്നെ എൻ്റെ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, ഞാനോ ദൈവത്തെങ്കിലേക്ക് നോക്കുമായിരുന്നു. ദൈവത്തെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്ന, ആ സാക്ഷ്യങ്ങളിൽ ശാശ്വത അവകാശമാക്കിയിരിക്കുന്ന ഭക്തനായ യോബും പറയുന്നത് തന്നെ, ഞാനോ ദൈവത്തെങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തെങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. ഈ തിരുവചന ധ്യാനത്തിലൂടെ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ആ ശാശ്വത അവകാശമായി ദൈവം നമുക്ക് പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ
നമുക്കത് ശാശ്വതമായി പ്രാപിക്കുവാൻ ഈ ലോകത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവം തന്നെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. ഭക്തനായ യോബ് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടിട്ടും തനിക്ക് പറയുവാനുള്ളത്, ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ ദൈവത്തിങ്കിലേക്കൊന്ന് നോക്കുവാൻ, ആ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കുവാൻ, അവ നമ്മുടെ ഹൃദയത്തിന് ആനന്ദമായി തീരുവാൻ ദൈവത്തിങ്കിലേക്കൊന്ന് നോക്കാം. ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കാം. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അസാധ്യമായ കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ, ഞാനത് തീർത്തു തരും. നമുക്ക് വേണ്ടി തീർത്ത് കൽപ്പിക്കുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് തന്റെ ജീവനെ തന്നെ മറുവിലെ തന്ന് നമ്മെ വീണ്ടെടുത്ത ആ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനാണ് ഇന്നും നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തായിരുന്നു കൊണ്ട് മധ്യസ്ഥ ചെയ്യുന്നത്. ആ മധ്യസ്ഥനായ യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ പങ്കപ്പാടുകളേറ്റ ആ മുഖം, ആ മുൾക്കിരീടമണിഞ്ഞ ആ ശിരസ്, ചാട്ടവറടിയേറ്റ് ധാരധാര ഒഴുകിയ ആ രക്തം, ആ വീണ്ടെടുപ്പിന്റെ രക്തം, ആ രക്തത്താലുള്ള ശുദ്ധീകരണം, പാപമംഗലമായ മനുഷ്യ ജീവിതത്തിന് വേണ്ടി ദൈവം പൊഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിലേക്ക് നോക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളും ആ ദൈവത്തിങ്കൽ പരമേൽപ്പിക്കാം. ഒരു നിമിഷം മുട്ടുകൾ മടക്കാം, പ്രാർത്ഥിക്കാം. ഈ തിരുവചന ധ്യാനത്തിലൂടെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏവർക്കും ദൈവിക വിടുതലുകൾ ദൈവം പകരുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.